ഇശാ നിസ്കാരത്തിന്റെ ശേഷം 145 തവണ ഈ ഇസ്മിനെ പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് വിഷയങ്ങളിലും ഒരു നല്ല വഴി അല്ലാഹു കാണിച്ചു കൊടുക്കുന്നുള്ളതാണ്. അതവന്റെ ജോലിയുമായി ബന്ധപ്പെട്ടതാവട്ടെ, മക്കളുമായി ബന്ധപ്പെട്ടതാവട്ടെ, കുടുംബജീവിതത്തിലുള്ള വിഷയങ്ങളാവട്ടെ, അവൻ അനുഭവിക്കുന്ന ഏതു പ്രതിസന്ധികളും, അവന്റെ വീട് വിൽപ്പനയുമായി ബന്ധപ്പെട്ടത്, അവന്റെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ, അതിലെന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കണം, ആരോടും പറയാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ആ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെയാണ് കരകയറുക എന്നുള്ളതിനുള്ള ഒരു വഴി അള്ളാഹു കാണിച്ചു കൊടുക്കും. അതൊരു പക്ഷെ ഒരു സ്വപ്നത്തിലൂടെ ഇതിങ്ങനെ പതിവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള ഒരു കൃത്യമായ വഴി അള്ളാഹു തുറന്നു കൊടുക്കുന്നുള്ളതാണ്. ഏതെങ്കിലും രൂപത്തിൽ അതിനുള്ള വഴി അള്ളാഹു കാണിച്ചു കൊടുക്കും. അങ്ങനെ നമ്മെ സഹായിക്കുന്ന ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഇസ്മിന് വളരെ ശ്രേഷ്ഠതകളും മറ്റു മഹത്വങ്ങളും ഉണ്ട്. 290 പ്രാവശ്യം ഈ ഇസ്മിനെ ഉരുവിട്ട് കഴിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും നീങ്ങി ദുഃഖമുള്ള ജീവിതത്തിൽ നിന്ന് സുഖവും സംതൃപ്തിയും സന്തോഷവും കളിയാടുന്ന ഒരു നല്ല ജീവിതത്തിലേക്ക് എത്താൻ കാരണമാകുമെന്നുള്ളതാണ്. വളരെയധികം സവിശേഷതയുള്ള ആ പരിശുദ്ധമായ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ചകളിൽ നേരിട്ട് വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. ഞായറാഴ്ച 10 മണിക്ക് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല, ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് എന്നാണ് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഏത് ചൊവ്വാഴ്ചകളിലാണ് ഉള്ളത് എന്നറിയാൻ നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അത് സ്റ്റോറിയിലും സ്റ്റാറ്റസിലൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ വാട്സപ്പ് ആകുമ്പോൾ നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇൻസ്റ്റഗ്രാമിന്റെ ID നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ ഇൻഷാ അല്ലാഹ് ശനിയാഴ്ചയോ ഞായറാഴ്ചയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ IDയിൽ സ്റ്റോറി ഉണ്ടാവും. അതിൽ നോക്കിയാൽ ഈ ചൊവ്വാഴ്ച ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ബുക്ക് ചെയ്ത് മാത്രം വരാൻ ഓർമ്മപ്പെടുത്തണം. ബുക്ക് ചെയ്യാതെ പലരും വരുന്നതുകൊണ്ട് നമുക്ക് ബുക്ക് ചെയ്തവരെ തന്നെ നോക്കാനുള്ള സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് അങ്ങനെ അറിയിച്ചത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് നിരവധി തവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് സംസാരിച്ചാൽ സംസാരം അവസാനിപ്പിക്കേണ്ടി വരില്ല. കാരണം അത്രമേൽ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പറയാനുണ്ട്. നമുക്കൊക്കെ അറിയാം, അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ 99 നാമങ്ങൾ, ഈ ലോകത്തിലെ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്മുകൾ, അത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മുകളാണ്. ആ ഇസ്മുകളിലെ ഓരോ ഇസ്മുകൾക്കും വലിയ വലിയ മഹത്വങ്ങളുണ്ട്. പല മഹാന്മാരും ഓരോ ഇസ്മുകളും ഓരോ ആവശ്യത്തിന് വേണ്ടി ചൊല്ലാൻ കൊടുക്കാറുണ്ട്. അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട റിയാള പൂർത്തിയാക്കി വീട്ടിയ എത്രയോ ആളുകൾ, മഹാന്മാരൊക്കെ അസ്മാഉൽ ഹുസ്നയിൽ ഏതെങ്കിലും ഒരു ഇസ്മൊക്കെ ചൊല്ലുമ്പോഴേക്ക് അതിനെ വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ അതിന് ഫലം ലഭിക്കുന്നത് കാണാൻ സാധിക്കും. ചില മഹാന്മാരുടെ അടുക്കലൊക്കെ നമ്മൾ നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞു പോകുമ്പോൾ തന്നെ അവർ കാര്യമായിട്ടൊന്നും ചെയ്യാൻ നിൽക്കൂല. അവരൊരു ഇസ്മ, ഏതെങ്കിലും ഒരു ഇസ്മ കണ്ടെത്തിയിട്ട് ആ ഇസ്മങ്ങ് അവർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുക്കും. അത് അവരുടെ മുമ്പിലിരുന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ശരീരപ്രകൃതിയും അവരുടെ വിഷയങ്ങളും എല്ലാം കണ്ട് അവർക്ക് ആ വിഷയത്തിൽ ഒരു റാഹത്ത്, ഈ ഇസ്മ കൊടുത്താൽ അവരുടെ പ്രകൃതി അനുസരിച്ച് അവർക്ക് ഇസ്മ കൊടുത്താൽ റാഹത്താകുമെന്ന് മനസ്സിലാക്കി അതങ്ങ് കൊടുക്കുമ്പോഴേക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ വിഷയത്തിലൊക്കെ സലാമത്ത് ലഭിക്കുന്നത് കാണാൻ സാധിക്കും. അത് ആ കൊടുക്കുന്ന ആൾക്ക് അസ്മാഉൽ ഹുസ്നയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ് അതിന്റെ കാരണം. അവർ അതുമായി ബന്ധപ്പെട്ട എല്ലാ കടപ്പാടുകളും വീട്ടിയിട്ടുണ്ടാകും, റിയാവകൾ പൂർത്തിയാക്കി വീട്ടിയിട്ടുണ്ടാകും. അസ്മാഉൽ ഹുസ്ന ഡെയിലി ഒരുപാട് തവണ ചൊല്ലുന്നവരായിരിക്കും. ചില ഇസ്മുകളൊക്കെ പ്രത്യേകമായിട്ട് അവർ ചൊല്ലും. അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകളുണ്ട്, ആ ഇസ്മുകളൊക്കെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും രാത്രിയിൽ ഏകാന്തമായി വയറ് കാലിയായിട്ട് നല്ല ആത്മാർത്ഥതയോടുകൂടെ ചില കൃത്യമായ സമയത്ത് കൃത്യമായ എണ്ണത്തിൽ സ്ഥിരം ചൊല്ലുന്നവരാണെങ്കിൽ അവരുടെ മുൻപിൽ ഒരാൾ വന്നൊരു വിഷയം പറയുമ്പോൾ തന്നെ അതിന്റെ ഉള്ളിലുള്ള സിറുകളൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയാണ് ചില മഹാന്മാരൊക്കെ യാ അലീമു യാ ഖബീർ, ഈ 2 ഇസ്മുകള് അത് ഇങ്ങനെ ഒരെണ്ണമുണ്ട്. ആ എണ്ണം ഇൻഷാ അല്ലാഹ് നമ്മൾ മറ്റൊരു സമയത്ത് പറയാം. ആ എണ്ണം അനുസരിച്ച് എല്ലാ ദിവസവും ചൊല്ലുന്നവരുടെ മുമ്പിൽ, അപ്പൊ ഒരാളത് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ അയാളെ മുമ്പിൽ ആരെന്ത് വിഷയങ്ങൾ പറയുകയാണെങ്കിലും അത് ചതിയാണോ വഞ്ചനയാണോ അതിലെന്തെങ്കിലും
പ്രശ്നങ്ങളുണ്ടോ, അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണോ, അതിൽ ആത്മാർത്ഥതയോടുകൂടെ പറയുകയാണ്, ഇതൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അത് ഈ ഇസ്മിന്റെ ഒരു സവിശേഷതയാണ്. അങ്ങനെയുള്ള ചില ഇസ്മുകളൊക്കെ ഉണ്ട്. അപ്പൊ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതങ്ങളുടെ ലോകമാണ്, അതൊരു വിശാലമായ ലോകമാണ്, അതൊരു കടലാണ്. അതിലെത്രയോ വിലപിടിപ്പുള്ള മാണിക്യവും മുത്തുകളൊക്കെ ഒളിഞ്ഞെടുക്കുന്നുണ്ട്. അതെല്ലാവർക്കും എടുക്കാൻ കഴിയൂല. അത് ചില ആളുകൾക്ക് അസ്മാഉൽ ഹുസ്നയുടെ ഒരു 99 നാമങ്ങൾ കാണാതെ പഠിച്ചു, ഏതെങ്കിലും മലയാള പുസ്തകത്തിലുള്ള അർത്ഥവും പഠിച്ചു. അങ്ങനെ അത്രമാത്രം പഠിക്കുന്ന അതിന്റെ തൊലിപ്പുറമെയുള്ള ആളുകളുണ്ട്. അവർക്കൊന്നും അസ്മാഉൽ ഹുസ്നയുടെ അഗാധമായ ഗർത്തത്തിലുള്ള അതിന്റെ അടിയൊഴുക്കുകളെ കുറിച്ച് അറിയൂല. അസ്മാഉൽ ഹുസ്നയുടെ അടിയൊഴുക്കുകൾ അറിയുന്ന, അതിന്റെ ആഴങ്ങൾ അറിയുന്ന, അതിന്റെ ആശയങ്ങൾ അറിയുന്ന, ആശയങ്ങൾക്കനുസരിച്ചുള്ള അമലുകൾ കൃത്യമായി പ്രയോഗിക്കാൻ കഴിയുന്നവർക്കൊക്കെ അസ്മാഉൽ ഹുസ്ന ധാരാളമാണ്. അവരുടെ ഏത് വിഷയങ്ങൾക്കും അതൊരു പരിഹാരമാണ്. അവരുടെ മുമ്പിൽ എന്തെങ്കിലും വിഷയങ്ങളുമായി വരുമ്പോൾ അവരേതെങ്കിലും വലിയ തേങ്ങ കൊണ്ടുള്ള ആമലോ കോഴിമുട്ട കൊണ്ടുള്ള ആമലോ ഇങ്ങനെ ഒരുപാട് ചെലവാക്കിയിട്ടുള്ള ക്യാഷൊക്കെ എക്സ്പെൻസ് ഒക്കെ ഉള്ള ആമലിന്റെ ആവശ്യം ഉണ്ടാവില്ല. അവർക്കൊരൊറ്റ ഇസ്മു മതിയാകും. ആ ഇസ്മു കൊണ്ട് അവർ കാര്യങ്ങൾ നേടിയെടുക്കും. അങ്ങനെയാണ്. അപ്പൊ അസ്മാഉൽ ഹുസ്ന കൊണ്ട് വലിയ നേട്ടങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നൂറെ മദീനയുടെ ആത്മീയ മജ്‌ലിസിൽ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നുണ്ട്. അത് വലിയ നേട്ടമുണ്ട് പ്രിയമുള്ള ഒരു അസ്മാഉൽ ഹുസ്ന ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളത് മജ്‌ലിസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തന്നെ. അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ എത്രയോ ആളുകൾ നെയ്യത്ത് വെച്ച് ചൊല്ലുമ്പോൾ വലിയ പ്രതിഫലങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ മുറുകെ പിടിക്കണം. റിയാളകൾ പൂർത്തിയാക്കി വിട്ടിയാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു വെച്ചത് ഓർക്കുന്നുണ്ടല്ലോ. റിയാള എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതും റിയാള എങ്ങനെയാണ് പൂർത്തിയാക്കി വീട്ടുക എന്നുള്ളത്, നമുക്കൊക്കെ റിയാളോ പൂർത്തിയാക്കി വീട്ടാനുള്ള ഏറ്റവും ലളിതമായ രൂപം ഏതാണെന്നുള്ളതൊക്കെ അസ്മാഉൽ ഹുസ്ന 99 തവണ അസ്മാഉൽ ഹുസ്നയുടെ അതതുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വീഡിയോ ഇതിന് താഴെ നോക്കിയാൽ കാണാൻ സാധിക്കും. അതിലൊക്കെ നമ്മൾ കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അസ്മാഉൽ ഹുസ്ന ജീവിതത്തിലേക്ക് മുറുകെ പിടിക്കുക, അതുകൊണ്ട് അമല് ചെയ്യുക, അത് വലിയ ഫലങ്ങൾ ലഭിക്കും. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, തീരാ നഷ്ടമാണത്. അസ്മാഉൽ ഹുസ്ന കേൾക്കുന്നവരൊക്കെ കാണാതെ പഠിക്കണം. എല്ലാവർക്കും കാണാതെ അറിയൂലേ, വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. സ്ഥിരമായി ചൊല്ലുകയാണെങ്കിൽ അത് പഠിക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പഠിക്കാനും പറ്റും ചൊല്ലുന്നതിലൂടെ. അപ്പൊ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് പലരും റിയാളയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്തതാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും അത് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അസ്മാഉൽ ഹുസ്നയുടെ ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് അതിന്റെ ചെറിയ രൂപം പറയും. റിയാള പൂർത്തിയാക്കി വിട്ടിയ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പൊ റിയാള എങ്ങനെയാണ്, മഹാന്മാരൊക്കെ റിയാള പൂർത്തിയാക്കി വിട്ടുമ്പോൾ മാസങ്ങളോളം വിജന പ്രദേശത്ത്, ആരാരുമില്ലാത്ത പ്രദേശങ്ങളിൽ, മനുഷ്യവാസമില്ലാത്ത സ്ഥലത്ത്, മനുഷ്യരോടൊന്നും സംസാരിക്കാതെ അള്ളാഹ് എന്ന ചിന്തയിൽ മാത്രം നിന്നിട്ട് അവർ റിയാളകൾ പൂർത്തിയാക്കി വീട്ടി നേടിയെടുത്ത അത്ഭുത സിദ്ധികളൊക്കെയുണ്ട്. പക്ഷെ നമുക്കൊന്നും അതിന് കഴിയൂല. പക്ഷെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഏറ്റവും ലളിതമായ റിയാളയെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതാ ഇതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ അറിയിക്കാം. നമ്മൾ ഇന്ന് അസ്മാഉൽ ഹുസ്നയിലെ നമ്മൾ നേരത്തെ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള ആ പവിത്രമേറിയ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആ ഇസ്മ നമുക്കൊക്കെ അറിയാവുന്ന ഇസ്മാണ്, നമ്മൾ ചൊല്ലുന്ന ഇസ്മാണ് അൽ മുഹൈമിൻ എന്ന് പറയുന്ന ഇസ്മ. മുഹൈമിൻ എന്നുള്ള ഇസ്മ. ഈ ഇസ്മ ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിന് ചൊല്ലലുണ്ടോ? ഫത്താഹ് ചൊല്ലാറുണ്ടാകും, ലത്തീഫ് ചൊല്ലാറുണ്ടാകും, റഹ്മാൻ ചൊല്ലാറുണ്ടാകും, റസ്സാഖ്, ജബ്ബാർ, ഖഹാർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇസ്മുകളൊക്കെ നമ്മൾ ചൊല്ലാറുള്ളതാണ്. എന്നാൽ ഈ ഇസ്മും കൂടെ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക. ഇശാ നിസ്കാരത്തിന് ശേഷം 145 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ പവിത്രമായ ഫലങ്ങളൊക്കെ ഉണ്ടാകും. അൽ മുഹൈമിൻ എന്ന് പറയുന്ന ഇസ്മ, അത് മേൽനോട്ടം വഹിക്കുന്നവൻ, സംരക്ഷകൻ, സർവരക്ഷകൻ, സാക്ഷി എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം. അതിന്റെ വിശാലമായ അർത്ഥങ്ങളിലേക്കല്ല നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മളതിനെ ഈ രൂപത്തിലുള്ള അർത്ഥങ്ങളൊക്കെ അതിനുണ്ട്. മേൽനോട്ടം വഹിക്കുന്നവൻ, സംരക്ഷകൻ, സർവരക്ഷകൻ, സാക്ഷി എന്നുള്ള അർത്ഥങ്ങളൊക്കെയാണ് അൽ മുഹൈമിൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങളിതൊക്കെ നോട്ടിലേക്കൊക്കെ എഴുതിയെടുക്കുന്നവരാണെങ്കിൽ ഇതിന്റെ ഈ അർത്ഥങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, എല്ലാ അർത്ഥങ്ങളും ഒന്ന് എഴുതി വെക്കുക. അപ്പൊ ഇതാണ് അതിന്റെ അർത്ഥം. അപ്പോ ഈ വിജ്ഞാനം, അറിവ്, അതേപോലെ തന്നെ ബുദ്ധിശക്തി, ഇതൊക്കെ സമ്പൂർണമായ കഴിവ്, ഇതൊക്കെ ഈ വിശേഷണങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയവർക്ക് മാത്രമേ അൽ മുഹൈമിൻ എന്ന് പ്രയോഗിക്കാവൂ. അവ നല്ല വിജ്ഞാനം വേണം, അതേപോലെ തന്നെ ബുദ്ധിശക്തി വേണം, സമ്പൂർണമായ കഴിവ്, എല്ലാ മേഖലയിലുള്ള ഖുദ്റത്ത്, അതൊക്കെ കൂടെ ഉണ്ടായാലാണ് അൽ മുഹൈമിൻ എന്നുള്ള ഇസ്മിനെ അവർക്ക് ഉപയോഗിക്കാവൂ. മേൽനോട്ടവും സംരക്ഷണവും എന്നൊക്കെ പറഞ്ഞാൽ നിറഞ്ഞ
നിറഞ്ഞു നിൽക്കുന്ന പരിപാലനത്തിന്റെ ഭാഗമായി വരുന്നവയാണ്. അപ്പൊ ആ രൂപത്തിലുള്ള ഒരു തർബിയത്ത്, ഒരു പരിപാലനം, അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. സമ്പൂർണാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ ലഭിക്കുന്നുള്ളൂ. മനസ്സിലായല്ലോ? നമ്മുടെ ഈ ഭൗതിക ലോകത്തുള്ള സംരക്ഷകനും മേൽനോട്ടം വഹിക്കുന്നവർക്കൊക്കെ ആ ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു പരിമിതിയുണ്ട് അല്ലെ? അതിലപ്പുറത്തേക്ക് അവർക്ക് സംരക്ഷിക്കാനോ മേൽനോട്ടം വഹിക്കാനോ കാര്യങ്ങൾ നിയന്ത്രിക്കാനോ ഒന്നും കഴിയൂല. എന്നാൽ പടച്ച റബ്ബിന് എല്ലാ വിഷയങ്ങളിലും സമ്പൂർണാർത്ഥത്തിലുള്ള മേൽനോട്ടം വഹിക്കാനും അത് സംരക്ഷിക്കാനൊക്കെ കഴിയും. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു റൂമിൽ ഇരുന്നിട്ടാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ റൂമിന്റെ ചുമരുകളാണ് നിങ്ങൾക്ക് കാണുന്നത്. ചുമരുകൾക്ക് അപ്പുറത്തുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണുന്നില്ല. അവിടെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളുടെ കാഴ്ചകളെ അല്ലേ? അങ്ങനെയാണ്. നമുക്ക് ചാടാൻ കഴിയും, പക്ഷേ അത് ചാടാന് എത്രയൊക്കെ ചാടാൻ കഴിയുള്ളൂ? നമ്മുടെ ഹൈറ്റിന്റെ അത്രയൊക്കെ ചാടാൻ കഴിയുന്നവരായാലായി. കുറേയൊക്കെ ഉയരത്തിലേക്ക് നമുക്ക് ചാടാൻ കഴിയുമോ? ഒരു 4 നില മുകളിലേക്ക്, 2 നില മുകളിലേക്കൊക്കെ, അപ്സ്റ്റെയറുള്ള തട്ടുള്ള വീടിന്റെ മുകളിലേക്കൊക്കെ നമുക്ക് ചാടി കയറാൻ കഴിയും. അങ്ങനെയാണ് ഇപ്പൊ സ്റ്റെയർ കേസിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ചാടിയിട്ട് അങ്ങ് കയറിയാ പോലെ. അപ്പൊ നമ്മുടെ കഴിവുകൾക്ക് പരിമിതിയുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യനെ അല്ലാഹു ബലഹീനരായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷെ എല്ലാ സൃഷ്ടികളും അങ്ങനെയല്ല. ഇപ്പൊ ഉറുമ്പിനെ നമുക്കറിയാം. ആ ഉറുമ്പിന്റെ ശരീരത്തിന്റെ ഭാരത്തിനേക്കാൾ കൂടുതൽ ഭാരമുള്ള വസ്തുക്കള് വളരെ അനായാസം അത് ചുമന്നുകൊണ്ട് നടക്കും. നിങ്ങൾ ചുമരിലൂടെ ഉറുമ്പുകൾ ഇങ്ങനെ അരിച്ചു പോകുന്ന കണ്ടിട്ടില്ലേ? പട്ടാളച്ചിട്ടയിലൂടെ വളരെ അച്ചടക്കത്തില് അവര് അരിമണികളൊക്കെ, അവരുടെ ഭക്ഷണധാന്യങ്ങളൊക്കെ അവര് വളരെ നന്നായിട്ട് എത്രമേൽ സൂക്ഷിച്ചാണ് അത് വീഴാതെ കൊണ്ട് നടക്കുന്നത്. എത്ര ഭാരമുണ്ടത്! അത് ഉറുമ്പിന്റെ മാളത്തിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മളെക്കാൾ ആ വിഷയത്തിൽ ഉറുമ്പിന് കഴിവുണ്ട് എന്നുള്ളതാണ്. ചില മയ്യത്തുകളൊക്കെ കൊണ്ടുപോകുമ്പോ ഈ മയ്യത്ത് വിലപിക്കുമെന്ന ഹദീസിലുണ്ടല്ലോ. ഒരു മനുഷ്യനെ മയ്യത്ത് കട്ടിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞ് ആളുകൾ ചുമന്ന് കൊണ്ടുപോകുമ്പോ മയ്യത്ത് വിലപിച്ചു പറയുമെന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. എന്താ വിലപിച്ച് പറയാ? യാ ലൈതനി അയ്ന തദ്ഹബൂന ബിഹാ, എന്റെ നാശമേ, നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് വിലപിച്ചു പറയും. നല്ല മയ്യത്താണെങ്കിൽ അപ്പൊ വിളിച്ചു പറയും, എത്രേ ഖദ്ദിമൂനി ഖദ്ദിമൂനി, നിങ്ങൾ എന്നെ വേഗം കൊണ്ടുതരണം, എനിക്ക് അത്രമേൽ വിശാലമായൊരു ലോകം അവിടെ ഞാൻ അമലുകൾ ചെയ്തുണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് അവിടേക്ക് എത്തണം, എനിക്ക് അള്ളാനെ കാണണം എന്ന് നല്ല മയ്യത്ത് വിളിച്ചു പറയും. പക്ഷെ ചീത്ത മയ്യത്ത്, ദോഷങ്ങൾ ചെയ്ത മയ്യത്ത് എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതിന് വിലപിച്ച് കരയുന്ന, ആ വിലപിച്ച് കരയുന്ന കരച്ചിലിനെ കുറിച്ച് മുത്തനബി തങ്ങൾ പറയുന്നുണ്ട്, യസ്മഉ സൗതഹാ മാ ബൈനൽ ഖാഫിഖൈൻ, കിഴക്കിലെയും പടിഞ്ഞാറിലേക്ക് മനുഷ്യരില്ലാത്ത എല്ലാ വസ്തുക്കളും കേൾക്കുന്നത്. പക്ഷെ മനുഷ്യർക്ക് അത് കേൾക്കാൻ കഴിയില്ല. ഞാൻ അങ്ങോട്ട് വരുന്നു. മനുഷ്യർക്ക് അത് കേൾക്കാൻ കഴിയൂല. മനുഷ്യരുടെ കേൾവിക്ക് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെ? നമുക്കിപ്പോ ഞാൻ ഇവിടുന്ന് പറയുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് കേൾക്കുന്നത്, നിങ്ങൾക്ക് ഞാൻ ഇവിടുന്ന് പറയുന്നത് ഡയറക്റ്റ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. നമുക്ക് ഇവിടെ ഉള്ളത് അങ്ങോട്ട് കേൾക്കാൻ കഴിയില്ല. ഒരു പരിമിതപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കേൾവി ശക്തിക്ക്. അപ്പൊ ഈ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഈ ചില മൃഗങ്ങളൊക്കെ അവര് ആലയിൽ നിന്ന് കെട്ടഴിച്ച് ഓടാൻ വേണ്ടി ശ്രമിക്കും അല്ലെ? അതേപോലെ തന്നെ അവര് ശബ്ദമുണ്ടാക്കാൻ വേണ്ടി നോക്കും. അതൊക്കെ ഇത്തരം ശബ്ദങ്ങൾ കേട്ടിട്ടാണെന്ന് പഴയ ഉമ്മാമ്മമാരൊക്കെ പറയാറുണ്ടായിരുന്നു. പഴയ ഉപ്പമാരൊക്കെ ഉപ്പാപ്പമാരൊക്കെ ഈ വലിയ പ്രകൃതി ദുരന്തങ്ങളുടെ ശബ്ദങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതൽ നേരത്തെ അറിയാൻ സാധിക്കുന്നത് മൃഗങ്ങൾക്കാണ്. അവർക്ക് ഗ്രാസ്പിംഗ് പവർ ഒക്കെ കൂടുതലാണ് നമ്മളെക്കാൾ. നമ്മൾ പറഞ്ഞു വന്നത് നമുക്കൊക്കെ പരിമിതിയുണ്ട് നമ്മുടെ കഴിവിന്. അപ്പൊ അൽ മുഹൈമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ ഇസ്മിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മേൽനോട്ടം വഹിക്കുന്നവർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു പരിമിതപ്പെടുത്തിയ രൂപത്തിലെ മേൽനോട്ടം വഹിക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ടല്ലേ നമ്മൾ CCTV ഒക്കെ വെക്കുന്നത്. നമുക്ക് സമ്പൂർണ്ണാർത്ഥത്തിൽ മേൽനോട്ടം വഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പക്ഷെ അതിന് കഴിയുന്നവൻ ജഗന്നിയന്താവാകുന്ന റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവാണ് പൂർണ്ണമായി മേൽനോട്ടം വഹിക്കുന്നവന്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ അൽ മുഹൈമിൻ എന്ന് പറയുന്ന ഇസ്മിന്റെ അർത്ഥം മേൽനോട്ടം വഹിക്കുന്ന സംരക്ഷകൻ, സർവരക്ഷകൻ, സാക്ഷി എന്നൊക്കെയാണ്. ഈ ഇസ്മ അടിമകൾക്ക്, സൃഷ്ടികളായ നമുക്ക് നൽകുന്ന ഒരു പാഠം എന്താണെന്ന് ചോദിച്ചാല്, നമ്മൾ ഈ ഇസ്മിൽ നിന്ന് പകർത്തേണ്ടത് എന്താന്ന് ചോദിച്ചാല്, നമ്മുടെ സർവ്വ കഴിവുകളും ഉപയോഗിച്ച് ഹൃദയത്തെ നിരീക്ഷിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. ഹൃദയത്തിൽ രഹസ്യങ്ങളുടെ കലവറ പ്രകടമാവുകയും അത് വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത് വരെ ഇത് തുടരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തെ, നമുക്ക് നല്ലൊരു ഹൃദയം
നൽകി. അപ്പോൾ നമുക്ക് ഈ അൽ മുഹൈമിൻ എന്ന് പറയുന്ന ഇസ്മ നമുക്ക് നൽകുന്ന പാഠം, ആ ഹൃദയം നമ്മുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച്, അള്ളാഹു അവന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് നമ്മുടെ മേൽനോട്ടം ഏറ്റെടുത്തതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ മേൽനോട്ടം ഏറ്റെടുത്ത് ഹൃദയത്തെ നിരീക്ഷിച്ച് ഹറാമുകളിൽ നിന്ന്, അശ്ലീലതകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്നൊക്കെ മാറ്റി നിർത്താനുള്ള, അത്തരം വീണ്ടും വിചാരങ്ങളിലേക്ക് നമ്മുടെ ഹൃദയം പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഇസ്മ നമ്മോടൊക്കെ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ രൂപത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമേറിയ ഈ ഇസ്മ എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും സന്മാർഗത്തിലൂടെ ചലിച്ച് സുഖലോക സ്വർഗം കരസ്ഥമാക്കാനും ഈ ഇസ്മ ധാരാളമായിട്ട് ഉരുവിട്ടുകൊണ്ടിരുന്നാൽ മതി. അപ്പോ ഒരു ആഫത്ത് മുസീബത്തുകളിലും പെടാതിരിക്കാൻ ചില മഹാന്മാരൊക്കെ ഈ ഇസ്മ പലർക്കും ചൊല്ലാൻ വേണ്ടി കൊടുക്കാറുണ്ട്. കാരണം ആഫത്ത് മുസീബത്തുകളെ തൊട്ടൊക്കെ രക്ഷ നേടാൻ ഈ ഇസ്മ വളരെയധികം ഫലം ചെയ്യുന്ന ഇസ്മാണ്. അൽ മുഹൈമിൻ എന്ന് പറയുന്ന ഇസ്മ ആഫത്ത് മുസീബത്തുകളെ തൊട്ട്, ബുദ്ധിമുട്ടുകളെ തൊട്ട്, അപകടങ്ങളെ തൊട്ടൊക്കെ തടയിടാൻ കാരണമാകുന്ന ഇസ്മാണ്. അപ്പൊ നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക്, മദ്രസകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവർക്കൊക്കെ പ്രത്യേകമായിട്ട് ചൊല്ലാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇസ്മ കൂടെയാണ് അൽ മുഹൈമിൻ എന്ന് പറയുന്ന ഇസ്മ. ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിന്റെ ആശയതലങ്ങൾ അറിഞ്ഞു ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വുളൂ ചെയ്തതിന്റെ ശേഷം 100 തവണ ഈ ഇസ്മ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടാവുകയും അത് നിർഭയമാവുകയും ചെയ്യുന്നതാണ്. നിർഭയമാവുകയും എന്ന് പറഞ്ഞാല് മറ്റുള്ളവരുടെ നിർമ്മലമാവുകയും ചെയ്യും, നിർഭയമാവുകയും ചെയ്യും. മറ്റുള്ളവരെ തൊട്ടുള്ള ഭയം കൊണ്ട് ജീവിക്കുന്നവരുണ്ടാവും. അവരെന്നോട് എന്താ പറയാ, ക്യാഷ് കടക്കാർ ചോദിക്കാൻ വേണ്ടി വരുമ്പോ എന്താ ചെയ്യാ, അതേപോലെ തന്നെ എന്താ ഞാന് അവന് എന്നെ കുറിച്ച് എന്തോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അവരെന്നോട് എന്താ പറയാ, ഇങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ പുകഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ യാ മുഹൈമിൻ, യാ അല്ലാ, യാ മുഹൈമിനു യാ അല്ലാ എന്നുള്ള ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ മതി. അപ്പൊ സംഭവിക്കാൻ പോകുന്ന ആ വിഷയത്തിലേക്ക് സംഭവിക്കാൻ പോകുന്ന ഏതു കാര്യങ്ങളിലും അതിലെന്താണ് നല്ലൊരു വഴി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖൽബിൽ തോന്നിപ്പിച്ചു കൊടുക്കാൻ കാരണമാകും എന്നുള്ളതാണ്. അല്ലാഹുവാണ് നമ്മോട് ചോദിക്കാൻ വരുന്ന ആളുടെ, ആ വ്യക്തിയുടെ ഹൃദയം നിയന്ത്രിക്കുന്നതല്ലേ. അയാളെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്, അയാളെ മേൽനോട്ടം വഹിക്കുന്നത് അല്ലാഹുവാണ്. അപ്പൊ അതിൽ നമുക്ക് അനുകൂലമായ രൂപത്തില് ആ വിഷയത്തിൽ ഒരു നല്ലൊരു ഫത്ഹ ലഭിക്കാനും അതിൽ നമുക്ക് അനുകൂലമായ രൂപത്തിൽ തീരുമാനങ്ങൾ വരാനും അവന്റെ മനസ്സിൽ ഇപ്പൊ അത് ചോദിക്കാൻ പോകണ്ട എന്നുള്ളൊരു ചിന്ത അവന്റെ മനസ്സിലേക്ക് വരാനൊക്കെ ഈ ഇസ്മ വളരെയധികം ഉപകാരപ്പെടും. ഇത് നമുക്ക് പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്ന, നമുക്ക് നല്ല യൂസ്ഫുൾ ആകുന്ന ഒരു ഇസ്മ കൂടെയാണ്. ഈ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ പല സന്ദർഭങ്ങളിലും കടന്നു പോകാറുണ്ട്. അവന് എന്നോട് അത് ചോദിക്കാൻ വന്നാൽ ഞാൻ എന്താ ചെയ്യാ, കടക്കാരൊക്കെ ചോദിക്കാൻ വരണല്ലോ, ഞാൻ ആകെ ഇടങ്ങറായല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ഈ ഇസ്മ വളരെ ധൈര്യത്തിൽ ഉപയോഗിക്കാം. അസ്മാഉൽ ഹുസ്നയുടെ റിയാളൊക്കെ പൂർത്തിയാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട, ഈ ഇസ്മ ജസ്റ്റ് ഒന്ന് ചൊല്ലിയാൽ തന്നെ മതി. അതിന് നല്ലൊരു വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തുറന്നു കൊടുക്കും എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 290 പ്രാവശ്യം ഈ ഇസ്മിനെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ അവനിലുള്ള എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും നീങ്ങിയിട്ട് സുഖവും സംതൃപ്തിയും സന്തോഷവുമുള്ള ഒരു ജീവിതം അവന് വന്നു ചേരാൻ കാരണമാകും. സന്തോഷം കളിയാടുന്ന, സ്നേഹം പൂത്തുലയുന്ന, സന്തുഷ്ട കുടുംബ ജീവിതം നയിക്കുന്ന നല്ല ഒരു ജീവിതം അവനിലേക്ക് എത്തിച്ചേരാൻ കാരണമാകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില പ്രത്യേക സമയങ്ങളുണ്ട്, അത് ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യണം. ആ സമയത്ത് ഓരോരുത്തർക്ക് അനുസരിച്ചുള്ള സമയമാണ്. 5 പ്രാവശ്യം ഇത് കൊത്തിവെച്ച് വിരലിൽ അണിഞ്ഞു കഴിഞ്ഞാൽ പിശാചിൽ നിന്ന് സുരക്ഷിതരാകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മ 145 തവണ. എന്താണ് 145 എന്നുള്ളത്? അത് ഈ അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മിന്റെ ഒരു ആദതാണ് 145. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഈ ഒരു 145 തവണ അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മ യാ മുഹൈമിനു യാ അല്ലാ എന്ന് യാ ചേർത്തിയിട്ട് കൃത്യമായിട്ട് ഇതേപോലെ ഇശാ നിസ്കാരത്തിന് ശേഷം ചൊല്ലലിനെ പതിവാക്കിയാൽ വളരെയധികം കാലം അവന്റെ മനസ്സകങ്ങളിൽ തികട്ടി നിന്നിരുന്ന ആ വിഷയത്തിൽ എങ്ങനെയാണ് അതിന് നല്ലൊരു വഴി കിട്ടേണ്ടത് എന്നുള്ള ഒരു കൃത്യമായ ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം അള്ളാഹു അവന്റെ ഹൃദയത്തിലേക്ക് തോന്നിപ്പിച്ചു കൊടുക്കും. അത് ചിലപ്പോൾ എങ്ങനെയായിരിക്കും? അതൊരു പക്ഷെ സ്വപ്നത്തിലൂടെയായിരിക്കും. അവനൊരു ദിവസം കിടന്നുറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നല്ലൊരു വഴി അള്ളാഹു അവനെ തുറന്നു കൊടുക്കും. നീ അതിനിങ്ങനെ ചെയ്താൽ മതി, നീ കരുതിയതുപോലെ ചെയ്താൽ അതിൽ പരാജയമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയാണ്
എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന രൂപത്തിൽ നല്ലൊരു വഴി അള്ളാഹു തുറന്നു കൊടുക്കാൻ കാരണമാകും. മാത്രമല്ല ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മോക്കല്, ആ മോക്കല് വരികയും വരാനിരിക്കുന്ന കാര്യങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയിച്ചു കൊടുക്കുക ചെയ്യും. വളരെ സവിശേഷമായ ഒരു ഇസ്മാണിത്. അൽ മുഹൈമിൻ എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ച് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വളരെ ശ്രേഷ്ഠതയുള്ള, വളരെ മഹത്വമുള്ള മഹാന്മാരൊക്കെ ചൊല്ലലിന് പതിവാക്കിയ ഒരു ഇസ്മാണിത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇസ്മ പതിവായി ചൊല്ലിയാൽ പരമസത്ത സംബന്ധമായ അറിവ് അവന്റെ ഹൃദയത്തിൽ നിറയും. മാത്രമല്ല പരമസത്തയുടെ പൊരുളുകളും അതിൽ നിക്ഷിപ്തമായ അനുഗ്രഹങ്ങളും വിശ്വാസവും അയാൾ സ്വന്തമാക്കും. ഇതിനെ 145 തവണ ഉരുവിട്ടാൽ അനുവദനീയമായ ഏത് മുറാദുകളും ഹാസിലാകും. അവന്റെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാകാന് ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ചില മലക്കുകളുണ്ട്. ആ മലക്കുകൾക്ക് കീഴില് 5 ഉപനായകരുണ്ട്. ഓരോരുത്തരുടെയും കീഴിൽ 145 അണികളുണ്ട്. ഇവരൊക്കെ അവന്റെ ആ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഖിദ്മത്ത് ചെയ്യുന്നുള്ളതാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ഇതിങ്ങനെ നിസാരമായിട്ട് പറയേണ്ട വിഷയമല്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇത് വളരെ വിശാലാർത്ഥത്തിൽ പറയേണ്ടതാണ്. ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഇസ്മിന്റെ ഖാദിമാരാണ്. ഓരോ ഇസ്മിനും ഓരോ ഖാദിമുണ്ട്. ഇതിന്റെ ഖാദിമ ഖത്തിയായിൽ എന്നുള്ളവരാണ്. ഓരോ ഇസ്മിനും ഓരോ ഖാദിമുണ്ട്. നമ്മളെ ഖാദിമിനെ കുറിച്ചും ഖാദിമിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചും നമ്മൾ അധികം പറയാറില്ല. സാധാരണക്കാർക്ക് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാകില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആ ഖാദിമിന്റെ കീഴിൽ 5 ഉപനായകരുണ്ട്. അവർക്ക് കീഴിൽ 145 അണികളുണ്ട്. ഓരോ അണികളിലും 145 മലക്കുകളുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട മലക്കുകളൊക്കെ വരുന്ന സന്ദർഭങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിലൊക്കെ അവരുടെ ഒരു പ്രത്യേക ഹെൽപ്പ്, ഖിദ്മത്ത്, നാം ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് ആ വിഷയത്തിലെ ഒരു പ്രത്യേക സഹായം ഉണ്ടാകാൻ കാരണമാകും. ഇതിന്റെ അദദ് എന്ന് പറയുന്നത് 145 ആണെന്ന് പറഞ്ഞല്ലോ. മീം എന്ന് പറഞ്ഞാൽ 40 ആണ്. നിങ്ങൾക്ക് ഈ അദദൊക്കെ കണ്ടുപിടിക്കാം. ഈ അറബിക് ലെറ്റേഴ്സിനൊക്കെ ഓരോ നമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ അലിഫിന് 1 ആണ്, ബാഇന് 2 ആണ്, ജീമിന് 3 ആണ്, ദാലിന് 4 ആണ്, ഹാഇന് 5 ആണ്, വാവിന് 6 ആണ്. ഇങ്ങനെ ഓരോ നമ്പറുകളുണ്ട് ഓരോ അക്ഷരങ്ങൾക്കും. അപ്പൊ ആ അക്ഷരങ്ങളനുസരിച്ച് മീമാണല്ലോ മുഹൈമിനിൽ ഫസ്റ്റ്. മീമിന് 40 ആണ് അതിന്റെ അതായത്. ഹാഇന് നമ്മളിപ്പോ പറഞ്ഞു 5 ആണ് ഹായിന്. അപ്പൊ 45 45ആയി. പിന്നെ യാഇന് വരുന്നത് നമുക്കറിയാം 10 ആണ്. അബ്ജദ 10 ആണ്. പിന്നെ മീമിന് 40 ആണ്. പിന്നെ നൂനിന് 50 ആണ്. അങ്ങനെ ടോട്ടല് 145 ആണ് ഇതിന്റെ അദദ് വരുന്നത്. ഈ 145 തവണയാണ് നമ്മളിത് ചൊല്ലേണ്ടത്. ഇങ്ങനെ 145 തവണ ചൊല്ലുന്നതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 290 തവണ ചൊല്ലുന്നതുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ഈ പറയുന്ന രൂപത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അനുഭവിക്കുന്ന ഏത് വിഷയങ്ങളിലും വലിയ ഫത്ഹ് ലഭിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അസ്മാഉൽ ഹുസ്നയുടെ റിയാള, അത് പൂർത്തിയാക്കി വീട്ടാത്ത ഒരുപാട് ആളുകളുണ്ടാവും. എന്താണ് റിയാള എന്ന് കരുതിയിരുന്ന് അത് പൂർത്തിയാക്കി വീട്ടാൻ കഴിയൂല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെയൊന്നല്ല. റിയാള എല്ലാവർക്കും പൂർത്തിയാക്കി വീട്ടാം. റിയാള പൂർത്തിയാക്കി വീട്ടിലുള്ള നേട്ടം എന്താന്ന് വെച്ചാൽ നമുക്ക് ആ വിഷയത്തില് ഏത് വിഷയത്തിലാണോ നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്ക് നല്ലൊരു ഫത്ഹ് ലഭിക്കാൻ കാരണമാകും. അപ്പൊ അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടേണ്ടവരെ അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മുകളുടെയും അദദുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ അദദുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ആ അദദുകൾക്കനുസരിച്ചിട്ട് ഓരോ ഇസ്മുകളും ചൊല്ലുക എന്നുള്ളതാണ്. നമ്മൾ അസ്മാഉൽ ഹുസ്ന 99 തവണ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് മാത്രം പറയുന്ന വീഡിയോ ആണ്. അപ്പൊ അത് കണ്ടാൽ കൂടുതൽ മനസ്സിലാവാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. അപ്പൊ അള്ളാഹ് എന്നുള്ളത് 66 ആണ്. അപ്പോ അള്ളാഹ് എന്നുള്ളത് 66 തവണ ചൊല്ലുക. റഹ്മാൻ എന്നുള്ളത് എത്രയാണോ നോക്കുക അതിനനുസരിച്ച് ചെല്ലുക. ഫത്താഹ് എന്നുള്ളത് എത്രയാണെന്ന് നോക്കുക. ഫത്താഹ് എന്നുള്ളത് 489 നമുക്കറിയാം. ലത്തീഫ് എന്നുള്ളത് 129 ആണ്. ഇങ്ങനെ ഓരോ ഇസ്മിന്റെ അദദ് എടുത്ത് അതിനനുസരിച്ച് ആ അദദനുസരിച്ച് ചൊല്ലി തീർക്കുക. അങ്ങനെ ചൊല്ലി തീർത്ത് 99 ഇസ്മുകളുടെയും അദദുകൾ ചൊല്ലി തീർക്കാം. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് ചൊല്ലി തീർക്കാൻ പറ്റും. അത്രയും എളുപ്പം ചൊല്ലി തീർക്കുന്നത്. ചിലത് നമുക്ക് ഒരു ദിവസം കൊണ്ട്, ചിലർക്ക് തിരക്കുകൾക്കിടയിലാണ് ഒരു ദിവസം കൊണ്ട് കഴിയൂല. അപ്പൊ നോമ്പെടുത്തൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അസ്മാഉൽ ഹുസ്ന റിയാള ചൊല്ലി തീർക്കുകയാണെങ്കിൽ വളരെ ഫലം ഉണ്ടാകും അതിന്. പല മഹാന്മാരും നോമ്പോട് കൂടിയിട്ട് നോമ്പുകാരനായിട്ട് ചൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നോമ്പിന്റെ സമയത്തും ബറാത്തിന്റെ നോമ്പിന്റെ സമയത്തും മിറാജിന്റെ നോമ്പിന്റെ സമയത്തൊക്കെ സമയമുണ്ടെങ്കിൽ അസ്മാഉൽ ഹുസ്ന റിയാള പൂർത്തിയാക്കി വീട്ടിക്കൊള്ളിന്ന് പലരോട് നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് നോമ്പുകാരനായിട്ട് വീട്ടുമ്പോൾ അതിന് കൂടുതൽ ഫലം ഉണ്ടായതുകൊണ്ട്. അങ്ങനെ പൂർത്തിയാക്കി വീട്ടിക്കഴിഞ്ഞാൽ അസ്മാഉൽ ഹുസ്നയുടെ
ഹുസ്നയുടെ ഏറ്റവും ലളിതമായ റിയാദ് അവിടെ കഴിഞ്ഞു. പിന്നെ വരുന്നത് ആ ഇസ്മുകളൊക്കെ ഓരോ ദിവസവും ഒറ്റ തവണ ചൊല്ലുക എന്നുള്ളതാണ്. എന്ത് നമ്മൾ റിയാദ് പൂർത്തിയാക്കി വീട്ടിയ ഈ അസ്മാഉൽ ഹുസ്നയിലെ 99 ഇസ്മുകളും ഓരോ ദിവസവും ഒറ്റ തവണ ചൊല്ലുക എന്നുള്ളതാണ്. അത് എളുപ്പമാണ്. ഒറ്റ തവണ ചൊല്ലാന് അസ്മാഉൽ ഹുസ്ന ഒരു തവണ അങ്ങ് ചൊല്ലിയാൽ മതി. എന്നാൽ ഓരോ ഇസ്മുകളും ഒറ്റ തവണ ചൊല്ലുന്നതാവുമല്ലോ. അങ്ങനെ അസ്മാഉൽ ഹുസ്ന ചൊല്ലി തീർക്കുക ഓരോ ദിവസവും. അങ്ങനെയാകുമ്പോൾ അസ്മാഉൽ ഹുസ്നയുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാകും. നമ്മൾ അസ്മാഉൽ ഹുസ്നയിൽ ഏതെങ്കിലും ഇസ്മുകളെ കൊണ്ട് ഈ പറയുന്ന രൂപത്തിൽ അതിന്റെ അതനുസരിച്ചുള്ള അമലുകൾ ചെയ്യുമ്പോൾ അസ്മാഉൽ ഹുസ്നയുടെ റിയാദ് പൂർത്തിയാക്കി വീട്ടാത്ത ആൾ ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. പൂർത്തിയാക്കി വീട്ടിയ ആൾ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ഉണ്ടാകും. അല്ലാത്തവർ ചെയ്യുമ്പോൾ ഫലം ഇല്ല എന്നുള്ളതല്ല, അവരിലേക്ക് ചേർത്തി നോക്കിയിട്ട് നല്ല ഫലം ഇതിനായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞതിന്റെ ആശയം. അപ്പോൾ അങ്ങനെ അസ്മാഉൽ ഹുസ്ന റിയാദ പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവരതിന്റെ റിയാദ പൂർത്തിയാക്കി വീട്ടുക. അസ്മാഉൽ ഹുസ്നെ കാണാതെ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ വളരെ പെട്ടെന്ന് കാണാതെ പഠിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ശരിക്കും നമ്മൾ അസ്മാഉൽ ഹുസ്ന ചെല്ലുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യാ അല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ്. എന്താ യാ അല്ലാഹ് അല്ലാഹുവേ, യാ റഹ്മാൻ റഹ്മാനേ, യാ റഹീം റഹീമേ, റഹീമായ അല്ലാഹുവേ, റഹ്മാനായ അല്ലാഹുവേ, മലിക്കായ അല്ലാഹുവേ, ഖുദ്ദൂസായ അല്ലാഹുവേ എന്ന് അള്ളാഹിനെ വിളിക്കണം. അള്ളാഹിന്റെ പേരുകളല്ലേ. അപ്പോ 99 തവണ അള്ളാഹിനോട് ആ വിഷയത്തിൽ നമ്മൾ ദുആ ചെയ്യണം. അതുകൊണ്ട് തന്നെ അതിന് വലിയ ഇജാബത്തുണ്ടെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ഒരാൾ ദുആ ചെയ്താൽ ആ ദുആ വളരെ പെട്ടെന്ന് സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ. അള്ളാഹു നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് ഫത്വ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിക്കുക. ഈ ഇസ്മുകളെ കൊണ്ടുള്ള അമലുകളൊക്കെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. ഞായറാഴ്ച 10 മണിക്ക് ശേഷം വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ബുക്ക് ചെയ്യാതെ ആരും വരരുതെന്നറിയാം. പലർക്കും ഇപ്പോൾ സ്ഥലം അറിയാവുന്നതുകൊണ്ട് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അങ്ങനെ ബുക്ക് ചെയ്യാതെ വന്നാൽ ബുക്ക് ചെയ്യുന്നവർക്ക് വരെ കാണാൻ പ്രയാസമാകും. മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നും അതേപോലെ ഒരുപാട് സ്ഥലം ലക്ഷദ്വീപിൽ നിന്നൊക്കെ വരുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ അവർ നേരത്തെ ബുക്ക് ചെയ്ത് വരുമ്പോൾ അവർക്കൊക്കെ കാണുന്നതിനെ തടസ്സമാകുന്നുള്ളത് അറിയിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും നമുക്ക് സലാമത്ത് നൽകട്ടെ. നിങ്ങൾക്ക് പ്രത്യേകം ദുആ ചെയ്യണം. ഒരുപാട് ആളുകൾ ഇവിടെ വരുമ്പോൾ പല വിഷയങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട്. അവരുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു സലാമത്ത് നൽകി അവർക്കൊക്കെ വലിയ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.